നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒത്തിരി സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നുണ്ട്, ഒത്തിരി സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, LDC ക്ലാസ് ആണോ LGS ക്ലാസ് ആണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനി മുതൽ നമ്മൾ LDCക്ക് വേണ്ടി മാത്രമായും LGSന് വേണ്ടി മാത്രമായും സെപ്പറേറ്റ് ക്ലാസ്സുകൾ ആഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ LDC എന്നും LGS എന്നും സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളിലാക്കി ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾക്ക് യാതൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. നമുക്ക് സമയം കളയേണ്ട, ഇന്ന് നമ്മളൊരു LD ക്ലാസ്സിലേക്കാണ് പോകുന്നത്. LDCയുടെ സിലബസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് ഭൂമിയുടെ അന്തരീക്ഷം. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോവാം. ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റി. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് വാതകങ്ങൾ, പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ ജലബാഷ്പം. പഠിച്ചോണേ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജലബാഷ്പമുണ്ട്. അന്തരീക്ഷത്തിൽ ഉയർന്ന തലത്തിലേക്ക് പോകും തോറും വാതകങ്ങളുടെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നു. അന്തരീക്ഷത്തിലെ ഉയർന്ന തലങ്ങളിലേക്ക് പോകും തോറും, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ താഴെ നിന്നും മുകളിലേക്ക് പോകും തോറും വാതകങ്ങളുടെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നു. അതായത് വാതകത്തിന്റെ അളവിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസം വരുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയും ഏകദേശം 120 കിലോമീറ്ററോടുകൂടി ഓക്സിജന്റെ അളവ് 0 അടുക്കുകയും ചെയ്യുന്നു. പഠിച്ചോളുക, ഉയരം കൂടുന്നതനുസരിച്ച് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരികയും ഏകദേശം 120 കിലോമീറ്റർ ഉയരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്സിജന്റെ അളവ് 0 അടുക്കുന്നു. 0 ആകുമെന്നല്ല സുഹൃത്തുക്കളെ പറഞ്ഞത്, 0 അടുക്കുവാണ്. അതായത് നമുക്ക് ഈ 120 കിലോമീറ്ററിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള ഓക്സിജൻ അവിടെ ലഭിക്കില്ല. ഓക്സിജൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്, പക്ഷെ ഓക്സിജന്റെ അളവ് വളരെ കുറവായിരിക്കും. ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും കാണപ്പെടുന്നുള്ളൂ. പഠിക്കുക, ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ജലബാഷ്പത്തിന്റെ സാന്നിധ്യവും കാണപ്പെടുന്നുള്ളൂ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജനും. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജനുമാണ്. ഇപ്പോഴും പല സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ അത് നൈട്രജനും, അന്തരീക്ഷത്തിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ചോദിച്ചാൽ മാത്രമാണ് ആര് വരുന്നത്? ഓക്സിജൻ വരുന്നത്. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് 78%. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ് ആണ്. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 78%. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 21%. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ജലബാഷ്പം, അതുപോലെ മറ്റു വാതകങ്ങൾ എല്ലാം കൂടെ ചേർത്ത് 1%. അപ്പോൾ 100% സുഹൃത്തുക്കളെ, അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് ചോദിച്ചാൽ 78%, അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 21%. അതുപോലെ തന്നെ ബാക്കി 1%-നകത്ത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലബാഷ്പം, മറ്റു വാതകങ്ങളും വരുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി നമ്മൾ വ്യക്തമായിട്ട് അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകത്തിന്റെ അളവ് പഠിക്കാൻ പോവാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസിലാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. നൈട്രജൻ 78.08%. അതിനെയാണ് നമ്മൾ 78% എന്ന് നേരത്തെ പറഞ്ഞത് കേട്ടോ. നൈട്രജന്റെ അളവ് എത്രയാണ്? 78.08%. നമ്മൾ പഠിക്കുന്നതിന് എളുപ്പം വേണ്ടി നമ്മൾ എത്രയെന്ന് പറയുന്നു? 78% എന്ന് പറയുന്നു. ഓക്സിജന്റെ അളവ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 20.95%. പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ അത് 21% പറയുന്നു. ഓക്സിജന്റെ കൃത്യമായിട്ടുള്ള അളവ് എത്രയാണ്? 20.95%. അത് നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവനെ 21% എന്ന് പഠിക്കുന്നു. ആർഗൺ 0.93%. ആർഗൺ എത്രയാണ്? 0.93%. പഠിക്കുക, നൈട്രജനും ഓക്സിജനും കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാരെന്ന് ചോദിച്ചാൽ അത് ആർഗൺ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷത്തിലെ അളവ് 0.036%. ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷത്തിലെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ 0.036%. നിയോണിന്റെ അളവും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്.
0.002%. തെറ്റിപ്പോവല്ലേ, 0.002% അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന നിയോണിന്റെ അളവ്. ഇങ്ങനെയുള്ള 5 വാതകങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 78.08 പഠനാവശ്യത്തിനായിട്ട് നമ്മൾ അതിനെ 78% എന്ന് കണക്കാക്കുന്നു. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 20.95% കൃത്യമായ അളവ്. നമ്മുടെ പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ അവനെ 21% കണക്കാക്കുന്നു. അന്തരീക്ഷത്തിലെ ആർഗന്റെ അളവ് ചോദിച്ചാൽ 0.93%. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് എന്താണ്? അന്തരീക്ഷത്തിൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണുന്ന വാതകം ചോദിച്ചാൽ അത് ആർഗൺ ആണ്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം എന്ന് ചോദിച്ചാൽ അതും ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അലസവാതകം ചോദിച്ചാൽ അതും ആരാണ്? ആർഗൺ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 0.036%, നിയോണിന്റെ അളവ് 0.002%. ഇത്രയും പഠിക്കുക. ഇനി അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങളുടെ കൃത്യമായ അളവിനനുസരിച്ച് നമുക്കങ്ങ് പഠിച്ചു വെക്കാം. അപ്പോ പിന്നെ ഒട്ടും കൺഫ്യൂഷൻ വരില്ല സുഹൃത്തുക്കൾക്ക്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകങ്ങള് അവയുടെ അളവിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കോഡ് ഇത്രയേ ഉള്ളൂ. നോ AC നിയോ എന്നങ്ങ് പഠിക്കുക. നോ AC നിയോ എന്നങ്ങ് പഠിക്കുക. മറക്കല്ലേ കോഡ്. നോ AC നിയോ എന്നങ്ങ് പഠിക്കുക. ഇതിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗൺ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയോൺ ആണ്. കൺഫ്യൂഷൻ വേണ്ട സുഹൃത്തുക്കളെ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട 5 വാതകങ്ങളെ നമ്മൾ കൂടുതൽ നിന്നും കുറവിലേക്കാണ് എഴുതിയിരിക്കുന്നത്. അതിന്റെ കോഡ് എന്താണ്? നോ AC നിയോ എന്നങ്ങ് പഠിച്ചു വെക്കുക. നോ AC നിയോ എന്നങ്ങ് പഠിച്ചു വെക്കുക. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഗൺ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോൺ വാതകത്തെ സൂചിപ്പിക്കുന്നു. നിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോൺ വാതകത്തെ സൂചിപ്പിക്കുന്നു. സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായി പഠിക്കുക. അടുത്തതായി നമുക്ക് പറയാനുള്ളതാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ ഹരിതഗ്രഹ പ്രഭാവം. എന്താ ഹരിതഗ്രഹ പ്രഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് വ്യക്തമായിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിൽ എത്ര കിലോമീറ്റർ ആണ് അകലം എന്ന് പറയുന്നത്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന പേരിൽ നമ്മൾ വിളിക്കുകയും ചെയ്യും. ഒന്നുകൂടി പറയാം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. ഇതിനെ നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന പേരിൽ വിളിക്കുന്നു. ഇനി സൂര്യനിൽ നിന്നും ഏതൊക്കെ തരം രശ്മികളാണ് ഭൂമിയിൽ എത്തുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നെന്താണ്? പ്രകാശം, അല്ലെ? ഒന്നെന്താണ്? പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ രണ്ടാമതായിട്ട് വരുന്നതാണ് ഹീറ്റ് അല്ലെങ്കിൽ എന്താണ്? താപവും എവിടെ എത്തുന്നുണ്ട്? ഭൂമിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്ന് 2 പ്രധാനപ്പെട്ട രശ്മികൾ ഇവിടെ വരുന്നുണ്ട്. ഒന്ന് താപരശ്മികളും അതുപോലെ തന്നെ പ്രകാശരശ്മികളും. ഇപ്പൊ നമുക്ക് പ്രകാശരശ്മികളെ കുറിച്ച് നോക്കണ്ട, നമുക്ക് നോക്കാനുള്ളത് താപരശ്മികളെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, സൂര്യപ്രകാശത്തിൽ കാണപ്പെടുന്ന താപരശ്മികൾ അറിയപ്പെടുന്ന പേരാണ് ഇൻഫ്രാറെഡ് രശ്മികൾ, അല്ലെ? ഇൻഫ്രാറെഡ് രശ്മികൾ എന്നല്ലേ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ. നമ്മുടെ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന താപരശ്മികൾ എന്ന് ചോദിച്ചാൽ, താപം വഹിക്കുന്ന രശ്മികൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഇൻഫ്രാറെഡ് രശ്മികളാണ്. എന്താണ്? ഇൻഫ്രാറെഡ് രശ്മികളാണ്. ഇങ്ങനെ സൂര്യനിൽ നിന്നും 15 കോടി കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചു വരുന്ന ഇൻഫ്രാറെഡ് രശ്മികൾക്ക് എങ്ങനെയുള്ളതായിരിക്കും അവരുടെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. തരംഗ ദൈർഘ്യം കുറവായിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ എത്തുന്നത്. ഓക്കെ ആണ്. 15 കോടി കിലോമീറ്ററോളം അകലമുണ്ട് ആരൊക്കെ തമ്മിൽ? സൂര്യനും ഭൂമിയും തമ്മിൽ. സൂര്യനിൽ നിന്നൊരു രശ്മി അപ്പൊ ഭൂമിയിൽ അത്രയും ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഇങ്ങനെ അത്രയും ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻഫ്രാറെഡ് രശ്മികളുടെ തരംഗ ദൈർഘ്യം എന്ത് ചെയ്യും? കുറയും. ഇങ്ങനെ തരംഗ ദൈർഘ്യം കുറഞ്ഞ ഇൻഫ്രാറെഡ് രശ്മികൾ എവിടെ വന്ന് പതിക്കും സുഹൃത്തുക്കളെ? നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് പതിക്കും. ഭൂമിയുടെ പ്രതലത്തിൽ താപകിരണങ്ങളായിട്ടുള്ള ഇൻഫ്രാറെഡ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിനകത്തുള്ള താപത്തെ എന്ത് ചെയ്യും? നമ്മുടെ ഭൂമി വലിച്ചെടുക്കും. ഭൂമി വലിച്ചെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയും അതുപോലെ സമുദ്രവും ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന താപത്തെ വലിച്ചെടുക്കും. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാല്, അവര് മാക്സിമം താപത്തെ ഈ പറഞ്ഞിരിക്കുന്ന കരയും കടലും കൂടെ വലിച്ചെടുക്കും. ബാക്കി വരുന്ന താപത്തെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ തിരിച്ചവര് സ്പേസിലോട്ട് തന്നെ അങ്ങ് പ്രതിഫലിപ്പിക്കും. ഓക്കെയാണേ. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഭൂമിയിലെ കരയും സമുദ്രവും ചേർന്ന് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള താപത്തെ സ്വീകരിക്കും. താപത്തെ സ്വീകരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തിരിച്ചവരെന്ത് ചെയ്യും? ബാക്കി വരുന്ന താപത്തെ മുഴുവൻ സ്പേസിലോട്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മുടെ സ്പേസിലോട്ട് എന്ത് ചെയ്യും? തിരിച്ചുവിടും.
ഓക്കെ, ഇങ്ങനെ തിരിച്ചുവിടുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അത്തരം ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് തരംഗ ദൈർഘ്യം വളരെ കൂടുതലായിരിക്കും. പഠിച്ചു വെച്ചോളെ, തരംഗ ദൈർഘ്യം വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ തരംഗ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതക കണികകളുമായിട്ട് എന്ത് ചെയ്യും, ഈ ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്ത് ചെയ്യും, കൂട്ടിയിടിക്കും. വാതക കണികകളുമായിട്ട് ഇൻഫ്രാറെഡ് എന്ത് ചെയ്യും, കിരണങ്ങൾ കൂട്ടിയിടിക്കുകയും ഈ വാതക കണികകൾ ഈ ഇൻഫ്രാറെഡ് കിരണം കൂട്ടിയിടിക്കുന്നത് കൊണ്ട് തന്നെ താപം ഇൻഫ്രാറെഡ് കിരണങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. മനസ്സിലാക്കണേ സുഹൃത്തുക്കളെ, ഒരു കൺഫ്യൂഷനും വേണ്ട. ഭൂമിയിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് തരംഗ ദൈർഘ്യം വളരെ കൂടുതലായത് കൊണ്ട് തന്നെ അവര് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതക കണികകളുമായി എന്ത് ചെയ്യും, കൂട്ടിയിടിക്കും. ഇങ്ങനെ വാതക കണികളുമായിട്ട് കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ വാതക കണികൾ ചുമ്മാ ഇരിക്കോ? ഇല്ല. അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാല് നമ്മുടെ ഈ ഇൻഫ്രാറെഡ് കിരണങ്ങളിൽ നിന്നും താപത്തെ എന്ത് ചെയ്യും, സ്വീകരിക്കും. ആരാണ്? വാതക കണികകള് താപത്തെ എന്ത് ചെയ്യും, സ്വീകരിക്കുകയും അതിനുശേഷം ഈ താപത്തെ അവര് നാനാവശത്തേക്കും പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. താപത്തെ സ്വീകരിച്ചാൽ കുഴപ്പമില്ല. താപത്തിന് ഈ കണികകൾ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അടക്കമുള്ള നമ്മുടെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ വാതകങ്ങളും എന്ത് ചെയ്യും, ഈ താപത്തെ സ്വീകരിക്കുന്നു. താപത്തെ സ്വീകരിച്ചതിന് ശേഷം അവർ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവരെന്ത് ചെയ്യും, ഈ താപത്തിനെ നാനാ ഭാഗത്തേക്കും പ്രതിഫലിപ്പിക്കും. ഇങ്ങനെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഇതിന്റെ തൊട്ടടുത്തുള്ള കണികകൾ എന്ത് ചെയ്യും, ഈ താപം എത്തും. ഈ കണികകൾ എന്ത് ചെയ്യും, താപത്തെ പ്രതിഫലിപ്പിക്കും. ഇങ്ങനെ പ്രതിഫലിപ്പിച്ച് ഇതൊരു ചാക്രീയ പ്രവർത്തനമായിട്ട് നടക്കും, അല്ലെങ്കിൽ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് നടക്കുകയും ഭൂമിയുടെ താപം കൂടുകയും ചെയ്യും. ഇതാണ് ഹരിതഗ്രഹ പ്രഭാവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ പരിപാടി, വേറൊന്നുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. നോട്ട് രൂപത്തിൽ നമ്മൾ തരുന്നുണ്ട്. ജസ്റ്റ് എന്താണ് അവിടെ നടക്കുന്നതെന്ന് സുഹൃത്തുക്കൾ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ഭാഗം ഒന്ന് ഓർത്തു വെക്കുക. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൂര്യനിൽ നിന്നും താപം ഭൂമിയിലെത്തുന്നത് വികിരണ രൂപത്തിലാണ്. അന്തരീക്ഷ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാകുന്നതിന് കാരണമായ വാതകമാരെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. അവൻ മെയിൻ ആണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗ്രഹ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട വാതകം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 1ാം സ്ഥാനം, നൈട്രസ് ഓക്സൈഡ് 2ാം സ്ഥാനം, മീഥെയ്ൻ 3ാം സ്ഥാനം. ഇവന്മാര് 3 പേരും വില്ലന്മാരാണേ. PSCയുടെ ഉത്തര സൂചികയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കാതെ നൈട്രസ് ഓക്സൈഡ് ആൻസർ ആയി കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ പഠിച്ചോളണം. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും മീഥെയ്നും എന്തിന് കാരണമാകുന്നുണ്ട്? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നുണ്ട്. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വാതകങ്ങൾ ചോദിച്ചാല് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്നുമാണ്. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം സുഹൃത്തുക്കൾ പഠിച്ചുകൊണ്ട് പോകരുത്. കാരണം ഓപ്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെ നൈട്രസ് ഓക്സൈഡ് മാത്രം ഉത്തരം നൽകിയിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ എന്നീ വാതകങ്ങൾ ഭൂമിയിൽ നിന്നും എത്തുന്ന താപവികിരണങ്ങളെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കുന്നു. ഇത് ഭൂമിയുടെ താപം ഉയരുന്നതിന് കാരണമാവുന്നു. ഇതിനെ ഹരിതഗ്രഹ പ്രഭാവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയ്ൻ എന്നീ വാതകങ്ങളിൽ നമ്മുടെ ഭൂമിയിൽ നിന്നും പ്രതിഫലിച്ചു പോകുന്ന, അങ്ങനെ തന്നെ പഠിക്കണം, ഭൂമിയിൽ നിന്നും പ്രതിഫലിച്ചു പോകുന്ന താപകിരണങ്ങൾ എന്ത് ചെയ്യും, തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ അവരെന്ത് ചെയ്യും, പ്രതിഫലിപ്പിക്കും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഹരിതഗ്രഹ പ്രഭാവം എന്നുള്ളത്. മറക്കരുത്. അതായത് സൂര്യനിൽ നിന്നും നേരിട്ട് ഭൂമിയിൽ പതിക്കുന്ന യാതൊരു കിരണങ്ങളും ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാക്കുന്നില്ല എന്ന് പഠിക്കുക. സൂര്യനിൽ നിന്നും നേരിട്ട് പതിക്കുന്ന പ്രകാശരശ്മികൾ എന്തിന് കാരണമാകുന്നില്ല? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നില്ല. ഭൂമിയിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത അല്ലെങ്കിൽ പ്രതിഫലിച്ചു പോകുന്ന താപകിരണങ്ങളാണ് ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാകുന്നതിന് കാരണം. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. ഇനി എന്താണ് ഹരിതഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. അപ്പോ ഹരിതഗ്രഹം എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഒന്നുമില്ല സംഭവം. ഈ തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ കണ്ടോ, ഇവിടെ എന്താണ് കോൾഡ് ആയിട്ടുള്ള ഏരിയ ആണ്. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ
ഡയറക്റ്റ് നമ്മൾ സസ്യങ്ങൾ നട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ സസ്യങ്ങൾ എന്ത് ചെയ്യും? നശിച്ചു പോകും. അപ്പോ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള താപനില നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയതാണ് ഹരിതഗ്രഹം എന്ന് പറയുന്ന സംഭവം. ഹരിതഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു വീട് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഒരു വീടാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാല്, സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു? നേരിട്ട് ഈ ഗ്ലാസ് വീടിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? കടക്കുന്നു. കടന്നതിന് ശേഷം സൂര്യപ്രകാശത്തിലെ പ്രകാശകിരണങ്ങൾ മാത്രം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. പ്രകാശകിരണങ്ങൾ മാത്രം എന്ത് ചെയ്യും? വന്ന് ഈ ഗ്രഹത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഇട്ട ഗ്രഹത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് തിരിച്ചെന്ത് ചെയ്യും? പ്രതിഫലിച്ചങ്ങ് പോകും. എന്നാൽ ഈ ഹരിതഗ്രഹത്തിന് ഉള്ളിൽ വരുന്ന താപത്തിനെ ഒരിക്കലും ഗ്ലാസ് പുറത്തേക്ക് വിടില്ല. പുറത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വിടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഹൗസിനുള്ളിൽ എന്ത് ചെയ്യും? താപനില പുറത്തെ താപനിലയെക്കാളും കൂടുതലായിരിക്കും കേട്ടോ, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അതിനകത്ത് എന്ത് ചെയ്യും? വളരുകയും ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗ്രീൻ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അതിശൈത്യ നാടുകളിൽ സസ്യങ്ങൾ അതിശൈത്യത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ചില്ലുകൂടുകളിൽ വളർത്തുന്ന രീതിയാണ് ഹരിതഗ്രഹം എന്നറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്നും പ്രകാശത്തെ ഇത്തരത്തിലുള്ള ചില്ലുകൂടുകളിൽ പ്രതിഫലിപ്പിക്കുന്നുവെങ്കിലും താപവികിരണങ്ങളെ ഇവ തടയുന്നു. പഠിക്കുക, സൂര്യനിൽ നിന്നും പ്രകാശത്തെ ഇത്തരത്തിലുള്ള ചില്ലുകൂടുകൾ പ്രതിഫലിപ്പിക്കുന്നുവെങ്കിലും താപവികിരണങ്ങളെ ഇവ പ്രതിഫലിപ്പിക്കുന്നില്ല. ഇതുമൂലം ചില്ലുകൂടിനുള്ളിൽ ചുറ്റുപാടിനേക്കാൾ കൂടിയ താപനിലയായിരിക്കും ഉണ്ടാകുന്നത്. ഇതുമൂലം ചില്ലുകൂടിനുള്ളിൽ ചുറ്റുപാടിനേക്കാൾ കൂടിയ താപനിലയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് സസ്യങ്ങളെ അതിശൈത്യത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഇതിനെ ഹരിതഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഹരിതഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിശൈത്യ നാടുകളിൽ സസ്യങ്ങളെ അതിശൈത്യത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചില്ലുകൂടുകളിൽ വളർത്തുന്നു. സൂര്യനിൽ നിന്നെത്തുന്ന പ്രകാശത്തെ ഇത്തരത്തിലുള്ള ചില്ലുകൂടുകൾ പ്രതിഫലിപ്പിക്കുന്നു എങ്കിൽ താപത്തെ അവർ പ്രതിഫലിപ്പിക്കുന്നില്ല. ഇതുമൂലം ചില്ലുകൂടിനുള്ളിൽ ചുറ്റുപാടിനേക്കാൾ കൂടിയ താപനിലയായിരിക്കും. ഇത് സസ്യങ്ങളെ അതിശൈത്യത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹരിതഗ്രഹം എന്ന് മറക്കരുത്. ഇനി ഹരിതഗ്രഹ പ്രഭാവത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെ, എന്നാലും സുഹൃത്തുക്കൾക്ക് നോട്ട് രൂപത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഭൂമിയുടെ താപനില ഉയരുന്നതിന് നേരിട്ട് സൂര്യനിൽ നിന്ന് പതിക്കുന്ന പ്രകാശരശ്മികളുടെ പങ്ക് കുറവാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളെ. ഭൂമിയുടെ താപനില ഉയരുന്നതിന് നേരിട്ട് സൂര്യനിൽ നിന്ന് പതിക്കുന്ന പ്രകാശരശ്മികളുടെ പങ്ക് കുറവാണ്. താരതമ്യേന തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശത്തിലെ താപകിരണങ്ങളിൽ നിന്നും താപം സ്വീകരിക്കുന്ന ഭൂമി ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഭൗമോപരിതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. താരതമ്യേന തരംഗദൈർഘ്യം കുറഞ്ഞ പ്രകാശത്തിലെ താപകിരണങ്ങളിൽ നിന്നും താപം സ്വീകരിക്കുന്ന ഭൂമി ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഭൗമോപരിതലത്തിലേക്ക് എന്ത് ചെയ്യും? പ്രതിഫലിപ്പിക്കുന്നു. തരംഗദൈർഘ്യം കൂടിയ ഈ കിരണങ്ങൾ വായുകണികകളും ആയി സമ്പർക്കത്തിൽ വരികയും താപം കൂടുകയും ചെയ്യുന്നു. ഇതാണ് അന്തരീക്ഷ താപനില ഉയരുന്നതിന് കാരണം. ഇങ്ങനെ തരംഗദൈർഘ്യം കൂടിയ ഇൻഫ്രാറെഡ് കിരണങ്ങൾ വായുവിലെ കണികകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാതകങ്ങളാണ് കേട്ടോ. ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ മീഥേൻ എന്നീ വാതക കണികളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ താപം കൂടുകയും ചെയ്യുന്നു. തരംഗദൈർഘ്യം കൂടിയ ഈ കിരണങ്ങൾ വായുകണികകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഏതൊക്കെ വായുകണികളാ സുഹൃത്തുക്കളെ പറഞ്ഞിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, അതുപോലെ തന്നെ മീഥേൻ ഇവയുമായിട്ട് എന്ത് ചെയ്യും? സമ്പർക്കത്തിൽ വരുമ്പോൾ താപം കൂടുകയും ചെയ്യുന്നു. ഇതാണ് അന്തരീക്ഷ താപനില ഉയരുന്നതിന് കാരണം. താപവികിരണങ്ങളെ ബഹിരാകാശത്ത് തിരിച്ചു പോകാൻ അനുവദിക്കാതെ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ആഗിരണം ചെയ്ത് മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു? പ്രതിഫലിപ്പിക്കുന്നു. ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ പോലുള്ള വാതകങ്ങള് താപവികിരണങ്ങളെ ബഹിരാകാശത്ത് തിരിച്ചു പോകാൻ അനുവദിക്കാതെ താപത്തെ മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും പ്രതിഫലിപ്പിക്കുന്നു. ഈ പ്രക്രിയ ചാക്രികമായി നടക്കുകയും അല്ലെങ്കിൽ സൈക്ലിക്കായി നടക്കുകയും അന്തരീക്ഷ താപനില ഉയരുകയും ചെയ്യുന്നു. ഇതാണ് ഹരിതഗ്രഹ പ്രവാഹത്തിൽ നടക്കുന്നത്. പഠിക്കുക. ഹരിതഗ്രഹ പ്രഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി രാത്രികാലങ്ങളിൽ തണുത്തുറഞ്ഞ് ഐസ് രൂപത്തിലാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഹരിതഗ്രഹ പ്രഭാവമാണ്. പഠിക്കുക. ഭൂമി രാത്രികാലങ്ങളിൽ തണുത്തുറഞ്ഞ് ഐസ് രൂപത്തിലാകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നത് ആരാണ്? ഹരിതഗ്രഹ പ്രഭാവമാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന രീതിയിൽ താപം ക്രമീകരിക്കുന്നതിന് സഹായിച്ചത് ഹരിതഗ്രഹ പ്രഭാവമാണ്. പഠിക്കുക. ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്ന രീതിയിൽ താപം ക്രമീകരിക്കുന്നതിന് സഹായിച്ചത് ആരാണ്? ഹരിതഗ്രഹ പ്രഭാവമാണ്. അപ്പൊ അതുകൂടി സുഹൃത്തുക്കളൊന്ന് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഹരിതഗ്രഹ പ്രഭാവം കൊണ്ടുള്ള ഗുണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി രാത്രികാലങ്ങളിൽ തണുത്തുറഞ്ഞ് ഐസ് രൂപത്തിലാകുന്നതിന് സംരക്ഷിക്കുന്നു. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന രീതിയിൽ താപം ക്രമീകരിക്കാൻ സഹായിച്ചത് ഹരിതഗ്രഹ പ്രഭാവമാണ്. ഈ 2 പോയിന്റ് സുഹൃത്തുക്കളെ പഠിച്ചു വെക്കുക. ആഗോള താപനം. ഹരിതഗ്രഹ പ്രഭാവം മൂലം അന്തരീക്ഷ താപനില ഉയരുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ആഗോള താപനം. പഠിക്കുക. ഹരിതഗ്രഹ പ്രഭാവം കാരണം അന്തരീക്ഷത്തിന്റെ താപനില ഉയരുകയും
ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ആഗോളതാപനം. ആഗോളതാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒത്തിരി സംഘടനകൾ നമ്മുടെ വേൾഡിൽ മൊത്തത്തിലുണ്ട്. അവ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് ഭൂമിയുടെ വായുമണ്ഡലങ്ങൾ. ഭൂമിയുടെ വായുമണ്ഡലങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം, എന്നാലും ജസ്റ്റ് കേട്ടിരിക്കുക. കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് കൂടെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അതുകൊണ്ട് സമയം കളയേണ്ട, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. അന്തരീക്ഷ ഘടന. വ്യത്യസ്ത സാന്ദ്രതയും താപനിലയുമുള്ള പാളികളായാണ് അന്തരീക്ഷം കാണപ്പെടുന്നത്. അന്തരീക്ഷം എങ്ങനെയാ കാണപ്പെടുന്നത്? വ്യത്യസ്തമായിട്ടുള്ള സാന്ദ്രതയും താപനിലയുമുള്ള പാളികളായാണ് അന്തരീക്ഷം കാണപ്പെടുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷത്തിന്റെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. പഠിച്ചോളണേ, ഭൗമോപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ സാന്ദ്രത കുറഞ്ഞു വരുന്നു. ഊഷ്മാവിന്റെ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിക്കുന്നു. ഊഷ്മാവിന്റെ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിലെ അന്തരീക്ഷത്തിനെ 5 വ്യത്യസ്ത പാളികളായി നമ്മൾ തരംതിരിക്കുന്നു. ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അതൊന്ന് ഓർക്കുക. ഊഷ്മാവിന്റെ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ പാളിയെ പ്രധാനമായും 5ആയി തരംതിരിക്കുന്നു. ആരൊക്കെയാണ് അവര്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, എക്സോസ്ഫിയർ. ഈ അയണോസ്ഫിയർ ചില ഭാഗങ്ങളിൽ തെർമോസ്ഫിയർ എന്നും സുഹൃത്തുക്കൾ വായിച്ചു കാണും. എന്നാൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ അയണോസ്ഫിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ചേർത്തത് കേട്ടോ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ, അതുപോലെ എക്സോസ്ഫിയർ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ അന്തരീക്ഷത്തിന്റെ 5 പാളികൾ എന്നങ്ങ് പഠിക്കുക. ട്രോപ്പോസ്ഫിയർ, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന അന്തരീക്ഷ പാളി എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഭൗമോപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഭൗമോപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഭൗമോപരിതലത്തിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി ഉയരം 13 കിലോമീറ്റർ. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി ഉയരം ചോദിച്ചാൽ അത് 13 കിലോമീറ്റർ ആണ്. ധ്രുവപ്രദേശങ്ങളിലെ ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ 8 കിലോമീറ്റർ. ധ്രുവപ്രദേശത്ത് നിന്നുള്ള ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ അത് 8 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുള്ള ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് 18 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുള്ള ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് 18 കിലോമീറ്റർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഭൗമ ഉപരിതലത്തിൽ നിന്നുള്ള ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് 13 കിലോമീറ്റർ. എന്നാൽ ധ്രുവപ്രദേശത്ത് നിന്നുള്ള ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് 8 കിലോമീറ്റർ. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് ശക്തമായ സംവഹന പ്രവാഹത്താൽ താപനില ഉയരുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ വ്യാപ്തി കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ വ്യാപ്തി കൂടിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ശക്തമായ സംവഹന പ്രവാഹം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ താപനില താരതമ്യേന കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന് വ്യാപ്തി കൂടുതലായിരിക്കുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പങ്ങളും കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ നാം അധിവസിക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. പഠിക്കുക, നമ്മൾ അടങ്ങുന്ന ജീവജാലങ്ങളെല്ലാം അധിവസിക്കുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്നു കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി ഉയരം എത്ര എന്ന് ചോദിച്ചാൽ അത് 13 കിലോമീറ്റർ ആണ് ട്രോപ്പോസ്ഫിയറിന്. ധ്രുവപ്രദേശത്തുള്ള ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം 8 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുള്ള ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം 18 കിലോമീറ്റർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശക്തമായ സംവഹന പ്രവാഹത്താൽ താപനില ഉയരുന്നത് കൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ വ്യാപ്തി കൂടുതലായിരിക്കുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. പഠിക്കുക. മഞ്ഞ്, മഴ, ഇടി, കാറ്റ് എന്നീ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിക്കുന്നതും PSC ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായ പോയിന്റാണ് ഇവിടെ പറഞ്ഞ സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻ ആയിരിക്കും എക്സാം ഹാളില്. മഞ്ഞ്, മഴ, മിന്നൽ, ഇടി എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. സുഹൃത്തുക്കളെ, മഴ എങ്ങനെയാണ് പെയ്യുന്നത്? ഡ്രോപ്പ് ആയിട്ടല്ലേ സുഹൃത്തുക്കളെ? ഇനി ഇത് എങ്ങനെ പഠിക്കാമെന്ന് സുഹൃത്തുക്കളെ നോക്കാം. ചെറിയൊരു ഐഡിയ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. മഴ എങ്ങനെയാണ് പെയ്യുന്നത്? മഴ ഡ്രോപ്പ് ആയിട്ടാണല്ലോ സുഹൃത്തുക്കളെ പെയ്യുന്നത്. മഴ ഡ്രോപ്പ് അല്ലെങ്കിൽ തുള്ളി ആയിട്ടല്ലേ പെയ്യുന്നത്. അപ്പോ മഴ എവിടെയാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയറിലാണ്. മഴ എവിടെയാണ് ഉണ്ടാകുന്നത്? ട്രോപ്പോസ്ഫിയർ ആണ്.
നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്ന് പഠിക്കേണ്ട, നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്ന് പഠിക്കുക. മഴ ഡ്രോപ്പ് ആയിട്ടാണ് പെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ട്രോപ്പോസ്ഫിയറിലാണ് മഴ പെയ്യുന്നത്. മഴയ്ക്കൊപ്പം വരുന്നതാണ് ആര്? കാറ്റ് മഴയ്ക്കൊപ്പം വരും. അതിനോടൊപ്പം തന്നെ മിന്നലും ഇടിയും എന്ത് ചെയ്യും? മഴയ്ക്കൊപ്പം വരും. അതുപോലെ തന്നെ മഴയ്ക്ക് ശേഷം തണുപ്പ് സാധാരണ കൂടുതലായിരിക്കും, അപ്പൊ മഞ്ഞുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മഴ, മഞ്ഞ്, ഇടി, മിന്നൽ, കാറ്റ് എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ ഇവിടെ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ്. മറക്കരുത്, മഴ ഡ്രോപ്പ് ആയിട്ട് വീഴുന്നു എന്നങ്ങ് പഠിക്കുക. ട്രോപ്പോസ്ഫിയറിൽ നിന്നും 165 മീറ്ററോളം ഉയരത്തിലേക്ക് പോകും തോറും 1 ഡിഗ്രി എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നു. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ട്രോപ്പോസ്ഫിയറിൽ നിന്നും 165 മീറ്റർ ഉയരത്തിലേക്ക് പോകും തോറും 1 ഡിഗ്രി എന്ന തോതിൽ എന്ത് ചെയ്യും? താപനില കുറഞ്ഞു വരുന്നു. ഭൂമിയിലെ എല്ലാത്തരം ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? നാം അധിവസിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാത്തരം ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന പാളിയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന പാളി അറിയപ്പെടുന്ന പേരാണ് ട്രോപ്പോപാസ്. മറക്കല്ലേ, ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന പാളി ചോദിച്ചാൽ അത് ട്രോപ്പോപാസ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോപാസിന്റെ താപനില 80 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോപാസിന്റെ താപനില 80 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോപാസിന്റെ താപനില 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പഠിച്ചോളനെ, ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോപാസിന്റെ താപനില എത്രയായിരിക്കും? 45 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഒന്നുകൂടി പറയാം, മഴ, മഞ്ഞ്, ഇടി, കാറ്റ് എന്നീ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ്. അതിനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? നമ്മൾ പറഞ്ഞത് മഴ ഡ്രോപ്പ് ആയിട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് മഴ എവിടെ ഉണ്ടാകുന്നു? ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്നു. മഴ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാറ്റ് വീശും. അതിനോടൊപ്പം തന്നെ ഇടിയും മിന്നലും ഉണ്ടാകും. മഴയ്ക്ക് ശേഷം തണുപ്പ് സാധാരണയായി ഉണ്ടാകുന്നു. അതുകൊണ്ട് മഞ്ഞും കാണപ്പെടും. ഇത്രയും എല്ലാം ഉണ്ടാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ നിന്നും ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നു. ഭൂമിയിലെ എല്ലാത്തരം ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്ന പാളി ചോദിച്ചാൽ അത് ട്രോപ്പോപാസ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോപാസിന്റെ താപനില 80 ഡിഗ്രി സെൽഷ്യസും ധ്രുവപ്രദേശങ്ങളിൽ ട്രോപ്പോപാസിന്റെ താപനില ചോദിച്ചാൽ അത് 45 ഡിഗ്രി സെൽഷ്യസുമാണ്. പഠിക്കുക. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലായി വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി അറിയപ്പെടുന്ന പേരാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും ശരാശരി 50 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ തടയുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. കാരണം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത്. ആ ഓസോൺ ആണ് അൾട്രാവയലറ്റ് കിരണങ്ങളെ തടയുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ തടയുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. പ്രീവിയസ് ചോദ്യമാണ്. വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. കാരണം ട്രോപ്പോസ്ഫിയറിൽ എപ്പോഴും ഇടിയും മഴയും കാറ്റും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിമാനങ്ങളുടെ സഞ്ചാരം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയറിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. പഠിക്കുക. അപ്പൊ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഉയരം കൂടുന്തോറും താപനില കൂടുന്നു സ്ട്രാറ്റോസ്ഫിയറിൽ. പഠിച്ചോണേ, ഉയരം കൂടുന്തോറും സ്ട്രാറ്റോസ്ഫിയറിലും എന്ത് ചെയ്യുന്നു? താപനില കൂടുന്നു. ഉയരം കൂടുന്തോറും സ്ട്രാറ്റോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? താപനില കൂടുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ താപനില കൂടാൻ കാരണം ഓസോൺ രൂപീകരണം നടക്കുന്നതുകൊണ്ട്. പ്രീവിയസ് ചോദ്യമാണ്. സ്ട്രാറ്റോസ്ഫിയറിലെ താപനില കൂടുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ അവിടെ ഓസോണിന്റെ രൂപീകരണം നടക്കുന്നത് കൊണ്ടാണ്. ജെറ്റ് വിമാനങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയരം കൂടിയ അന്തരീക്ഷ ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയരം കൂടിയ അന്തരീക്ഷ ഭാഗം എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് സ്ട്രാറ്റോപാസ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ തടയുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്.
വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഉയരം കൂടുന്തോറും താപനില കൂടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ താപനില കൂടാൻ കാരണം ഓസോണിന്റെ രൂപീകരണം കൊണ്ടാണ്. ജെറ്റ് വിമാനങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഏറ്റവും ഉയരം കൂടിയ അന്തരീക്ഷ ഭാഗം എന്ന് ചോദിച്ചാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം സ്ട്രാറ്റോപാസ് ആണ്. പഠിക്കുക. അടുത്തതാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി 80 കിലോമീറ്ററോളം ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മീസോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി 80 കിലോമീറ്ററോളം ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷ പാളികളിൽ ഏറ്റവും തണുപ്പ് കൂടിയത് മീസോസ്ഫിയറിനാണ്. അന്തരീക്ഷ പാളികളിലെ ഏറ്റവും തണുപ്പ് കൂടിയതാണെന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയറിനാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് മീസോസ്ഫിയർ പാളികളുടെ താപനില കുറഞ്ഞു വരുന്നു. അതിനുള്ള കാരണം ഇതുവരെയും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് ഇപ്പോഴും തുടരുകയാണ്. അന്തരീക്ഷ പാളികളിലെ ഏറ്റവും തണുപ്പ് കൂടിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയറിനാണ്. ഉയരം കൂടുന്നതനുസരിച്ച് മീസോസ്ഫിയർ പാളിയിലെ താപനില എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ആകുന്നു. പഠിച്ചോളണേ. ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുമ്പോൾ, അതായത് മീസോസ്ഫിയറിലേക്ക് എത്തുമ്പോഴേക്കും താപനില -100 വരെ ആകുന്നു. ഉൽക്കാവർഷം കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മിറ്റിയോർ ഷവർ അല്ലെങ്കിൽ ഉൽക്കാവർഷം കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയറിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉൽക്കാവർഷം കാണപ്പെടുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളായ നൊക്റ്റിസുലന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. നമ്മൾ മേഘങ്ങളുടെ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ മേഘങ്ങളുടെ ക്ലാസിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ സുഹൃത്തുക്കളെ. അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളായിട്ടുള്ള നൊക്റ്റിസുലന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. മീസോസ്ഫിയറിൽ ഏറ്റവും മുകൾ ഭാഗം മീസോപാസ് എന്നറിയപ്പെടുന്നു. മീസോസ്ഫിയറിന്റെ ഏറ്റവും മുകൾ ഭാഗം അറിയപ്പെടുന്ന പേരാണ് മീസോപാസ്. സൗണ്ടിംഗ് റോക്കറ്റുകളും റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകളും എത്തുന്നത് മീസോസ്ഫിയറിലാണ്. പഠിച്ചോളണേ. സൗണ്ടിംഗ് റോക്കറ്റുകളും അതുപോലെ തന്നെ റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എയർക്രാഫ്റ്റുകൾക്കും എത്താൻ കഴിയുന്ന ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ അത് മീസോസ്ഫിയറിലാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ 80 കിലോമീറ്ററോളം ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം ചോദിച്ചാൽ അത് മീസോസ്ഫിയർ ആണ്. അന്തരീക്ഷ പാളികൾ ഏറ്റവും തണുപ്പ് കൂടിയത് മീസോസ്ഫിയറിനാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് മീസോസ്ഫിയർ പാളികളിലെ താപനില കുറഞ്ഞു വരുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില എന്ന് പറയുന്നത് -100 ആകുന്നു. ഉൽക്കാവർഷം അല്ലെങ്കിൽ മിറ്റിയോർ ഷവർ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് മീസോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നൊക്റ്റിസുലന്റ് മേഘങ്ങൾ. ഇവരെവിടെയാണ്? മീസോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. മീസോസ്ഫിയറിന്റെ ഏറ്റവും മുകൾ ഭാഗം മീസോപാസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സൗണ്ടിംഗ് റോക്കറ്റുകളും റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എയർക്രാഫ്റ്റുകളും എത്തപ്പെടാൻ കഴിയുന്ന ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ചോദിച്ചാൽ അത് മീസോസ്ഫിയർ ആണ്. പഠിക്കുക. അടുത്തതാണ് അയണോസ്ഫിയർ, അല്ലെങ്കിൽ അവന് നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് തെർമോസ്ഫിയർ. എന്ത് പേരില്? തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അയണോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മീസോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൗമ അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ഇങ്ങനെ തന്നെ പഠിച്ചോളെ. മീസോസ്ഫിയറിന് മുകളിലെ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൗമ അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. വൈദ്യുത ചാർജുള്ള കണികകൾ കാണപ്പെടുന്നത് അയണോസ്ഫിയറിലാണ്. അതുകൊണ്ടാണ് അവന് ആ പേര് കിട്ടിയത് കേട്ടോ. വൈദ്യുത ചാർജുള്ള കണികകൾ കാണപ്പെടുന്നത് അയണോസ്ഫിയറിലാണ്. ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. അയണോസ്ഫിയറിലും ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപനില കൂടുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്ന പാളി അയണോസ്ഫിയർ ആണ്. പ്രീവിയസ് ചോദ്യം. ഭൗമോപരിതലത്തിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്ന പാളി എന്ന് ചോദിച്ചാൽ അത് അയണോസ്ഫിയർ ആണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അയണോസ്ഫിയറിലാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അതുപോലെ തന്നെയാണ് ധ്രുവദീപ്തി പ്രതിഭാസം ഉണ്ടാകുന്നത് അയണോസ്ഫിയറിലാണ്. ധ്രുവദീപ്തി അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേരാണ് അറോറ. അറോറ നമുക്ക് എല്ലാവർക്കും അറിയാം സുഹൃത്തുക്കളെ. ഒന്നുമില്ല, നമ്മുടെ ധ്രുവ പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അന്തരീക്ഷം വർണ്ണാഭമായ രീതിയിൽ ഇങ്ങനെ തിളങ്ങുന്നത് കാണാൻ പറ്റും. പച്ച, നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷം തിളങ്ങുന്നത് കാണാം. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ധ്രുവദീപ്തി അഥവാ അറോറ. ഈ പ്രതിഭാസം ഉണ്ടാകുന്നതും അയണോസ്ഫിയറിലാണ്. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം. അയണോസ്ഫിയർ മീസോസ്ഫിയറിന് മുകളിൽ 80 മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൗമാന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. വൈദ്യുത ചാർജുള്ള കണങ്ങൾ കാണപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഇവനെ അയണോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പേരുണ്ട്. എന്താണ്? തെർമോസ്ഫിയർ.
ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. അയണോസ്ഫിയറിൽ ഭൗമോപരിതലത്തിൽ അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്ന പാളി എന്ന് ചോദിച്ചാൽ അത് അയണോസ്ഫിയർ ആണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അയണോസ്ഫിയറിലാണ്. ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ എന്ന പ്രതിഭാസം ഉണ്ടാക്കുന്നത് അയണോസ്ഫിയറിലാണ്. ഏറ്റവും അവസാനമായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് എക്സോസ്ഫിയർ. എന്താ പേരിൽ അറിയപ്പെടുന്നത്? എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന പാളി എന്നറിയപ്പെടുന്നത് എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന പാളി എന്നറിയപ്പെടുന്നത് എക്സോസ്ഫിയർ ആണ്. മനുഷ്യരാശിക്ക് ഏറ്റവും കുറച്ചു മാത്രം അറിവുള്ള അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. പഠിച്ചോളെ, മനുഷ്യരാശിക്ക് ഏറ്റവും കുറച്ചു മാത്രം അറിവുള്ള അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ഭൂമിയുടെയും അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം എക്സോസ്ഫിയർ ആണ്. പഠിക്കുക, ഭൂമിയുടെ അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ബഹിരാകാശവുമായി കൂടിച്ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. പഠിക്കുക, ബഹിരാകാശവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സോസ്ഫിയർ ആണ്. സൂര്യനിൽ നിന്നുണ്ടാകുന്ന സൗരവികിരണങ്ങൾ കടന്നു പോകുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. പഠിച്ചോളാം, സൂര്യനിൽ നിന്നുണ്ടാകുന്ന സൗര വികിരണങ്ങൾ കടന്നു പോകുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങൾ ബഹിരാകാശത്തിലേക്ക് എത്തുന്നത് എക്സോസ്ഫിയർ വഴിയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ വഴിയാണ്. കാലാവസ്ഥ കാണപ്പെടാത്ത ഏക അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. കാലാവസ്ഥ കാണപ്പെടാത്ത ഏക അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അതും എക്സോസ്ഫിയറിലാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്ന പാളി എന്ന് ചോദിച്ചാലും ഏതാണ്? അതും എക്സോസ്ഫിയർ ആണ്. പഠിക്കുക, ഒന്നും കൂടി പറയാൻ സുഹൃത്തുക്കളെ, അന്തരീക്ഷത്തിലെ ഏറ്റവും ഉയർന്ന പാളി എന്നറിയപ്പെടുന്നത് എക്സോസ്ഫിയർ ആണ്. മനുഷ്യരാശിക്ക് ഏറ്റവും കുറച്ചു മാത്രം അറിവുള്ള അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ഭൂമിയുടെ അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിൽ കൂടിച്ചേർന്ന ഭാഗം ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ബഹിരാകാശവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. സൂര്യനിൽ നിന്നുണ്ടാകുന്ന സൗരവികിരണങ്ങൾ കടന്നു പോകുന്ന അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങൾ ബഹിരാകാശത്ത് എത്തുന്നത് എക്സോസ്ഫിയർ വഴിയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും വാതകങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തുന്നത് എക്സോസ്ഫിയർ വഴിയാണ്. കാലാവസ്ഥ കാണപ്പെടാത്ത അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. കാലാവസ്ഥ കാണപ്പെടാത്ത അന്തരീക്ഷ പാളി ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ ആണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ ആണ്. ഇത്രയും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. LDCയുടെ മെയിൻ ടോപ്പിക്കിൽ ഒന്നാണ് ഭൂമിയുടെ അന്തരീക്ഷം. ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് LDC ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.